തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളിയും സുരക്ഷാ ഉപകരണങ്ങളും കൈമാറി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ വാങ്ങിയത്. 2,87,000 രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ട്രോളികളും സുരക്ഷാ ഉപകരണങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത്. വാർഷിക പദ്ധതിയിൽ 2,87,000 രൂപയാണ് ഇവ വാങ്ങാനായി വിനിയോഗിച്ചത്. 14 വാർഡുകളിലേക്കുള്ള വലിയ ട്രോളികളാണ് വാങ്ങി നൽകിയത്. ഹരിതകർമ്മസേനയുടെ ദൈനംദിന മാലിന്യ നീക്കം സുഗമമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ട്രോളിയും സുരക്ഷാ ഉപകരണങ്ങളും വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ട്രോളി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് ഇനി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ യൂണിഫോമും ഡ്രസ്സുകൾ, ചെരുപ്പ്, തൊപ്പി ഹൈടെക് ആക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പഞ്ചായത്ത് രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ട്രോളി ഉദ്ഘാടനം ചെയ്യുന്നതാണ് എൻ്റെ കർത്തവ്യം. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് വിജി സുനിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് പഞ്ചായത്ത് കൈവരിച്ച മികവിനെക്കുറിച്ചും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സെക്രട്ടറി ശിവകുമാർ വിശദീകരിച്ചു. ഭൂപരിഷ്കരണത്തിന് ശേഷം ഒരു നിശബ്ദ വിപ്ലവമായി മാറിയത് കുടുംബശ്രീ പ്രസ്ഥാനമാണ്. അതിനുശേഷം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാതൃകാപരമായി ലോകമാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിൽ പുത്തൻ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ പിന്തുണാ സംവിധാനമായി കേരള സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിതകർമ്മസേന പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മകുടോദാഹരണമായി മാറുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ നാടിൻ്റെ സ്വന്തം സേനയായിട്ട് മാറുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നാട്ടിലെ മാലിന്യങ്ങൾ തുടച്ചു നീക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ, അതുപോലെ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരം സംവിധാനങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഹരിതകർമ്മസേനയ്ക്ക് 25 ലക്ഷം രൂപയോളം തുക നമ്മൾ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. ഈ വർഷം അതിലും ഏറെ തുക കൂടുതൽ നീക്കിവെച്ചിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, അസിസ്റ്റന്റ് സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥരായ വിഇഒമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംഭാഗം പഞ്ചായത്തിൽ 14 വാർഡാണുള്ളത്. 14 വാർഡിലും നേരത്തെ തന്നെ ട്രോളി ഉണ്ടെങ്കിലും കൊച്ചു ട്രോളിയാണ്. പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിന് പരിമിതിയായിരുന്നു. ഇപ്പോൾ കിട്ടിയ ട്രോളി പ്ലാസ്റ്റിക് ലോഡ് കൂടുതൽ കയറും. വാർഡുകളിൽ പ്ലാസ്റ്റിക് കൂടുതലുള്ളത് കൊണ്ടും ഇപ്പം കിട്ടിയ ട്രോളി കൊണ്ട് അത്രയും സാധനം ലോഡ് കൂടുതൽ എടുക്കാൻ പറ്റും. അത് ഹരിതകർമ്മസേനയ്ക്ക് ഒരു നല്ല കാര്യമാണ്. അതിനുവേണ്ടി പഞ്ചായത്ത് ഇത്രയും നല്ല രീതിയിൽ സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ തൊപ്പി തന്നു, ഗ്ലൗസ്, മറ്റുള്ള സാധനങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടി വരുന്ന സാധനങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രോജക്റ്റ് വെച്ച് ഉടനെ തന്നെ തരാൻ വേണ്ടുന്ന സജ്ജീകരണം ഒരുക്കി തരാമെന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.